അസ്സലാമലൈക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു സ്നാക്സ് ആണ്. ഉരുളക്കിഴങ്ങും മുട്ടയും കൊണ്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്സ് ആണ് കേട്ടോ ഇത്. കുറഞ്ഞ സമയത്തിനുള്ളിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരമാണ്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നൊന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു 4 മുട്ടയെ പുഴുങ്ങിയെടുത്ത് വെച്ചിട്ടുണ്ട്. കൂടാതെ ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് അത്യാവശ്യം ഇതുപോലെ വലിയൊരു ഉരുളക്കിഴങ്ങാണ്. ചെറുതാണെങ്കിൽ ഒരു 2 എണ്ണം വരെ നമുക്ക് എടുക്കാം. ഉരുളക്കിഴങ്ങ് ഞാനൊന്ന് പുഴുങ്ങിയെടുത്തിരിക്കുന്നതാണ്. ഉരുളക്കിഴങ്ങ് നമ്മൾ വേവിച്ചിട്ടെടുക്കുന്ന സമയത്ത് ഇതൊരു പകുതി വേവാവുന്ന രീതിയിൽ നമ്മളൊന്ന് പുഴുങ്ങിയിട്ടെടുത്താൽ മതി. ഒരുപാട് വെന്ത് പോകരുത്. അപ്പോൾ ഈ ഉരുളക്കിഴങ്ങ് നമുക്ക് ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ടെടുക്കാം. ഉരുളക്കിഴങ്ങ് ഞാനിവിടെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ പുഴുങ്ങിയെടുത്തിരിക്കുന്ന ഈ മുട്ടയുടെ ഈ ഒരു വെള്ളം മാത്രമേ നമ്മൾ ഈ ഒരു റെസിപ്പിക്ക് വേണ്ടിയിട്ട് എടുക്കുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു മുട്ടയിലെ മഞ്ഞക്കരു മാറ്റിയിട്ട് നമുക്ക് ഒരു വെള്ളം മാത്രമായിട്ട് ഇതിലേക്ക് എടുത്താൽ മതി. മുട്ടയുടെ വെള്ളം മാത്രമായിട്ട് ഇതുപോലെ എടുത്തതിന് ശേഷം നമുക്ക് ഇതുപോലെ ചെറിയതായിട്ട് ഇതൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ മുട്ടയുടെ വെള്ളം ഞാൻ ഇതുപോലെ ചെറിയതായിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഇത് വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഇനി നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഉരുളക്കിഴങ്ങും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള ഒരു 3 പച്ചമുളക് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ ഒരു എരിവിനനുസരിച്ച് നമുക്ക് കൂട്ടിയോ കുറച്ചോ ചേർത്ത് കൊടുക്കാം. ഇതൊരു മീഡിയം വലിപ്പമുള്ള സവാള ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തതാണ്. അതും കൂടെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. 1/2 ടീസ്പൂൺ അളവിൽ നമുക്കിതിലേക്ക് ഗാർലിക് പൗഡർ ചേർത്ത് കൊടുക്കാം. ഗാർലിക് പൗഡറിന് പകരം നമുക്കിതിലേക്ക് വെളുത്തുള്ളി പേസ്റ്റ് ആണെങ്കിലും ചേർത്ത് കൊടുത്താൽ മതി. അതുപോലെ ഒരു 1/2 ടീസ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. കൂടാതെ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. കുരുമുളക് പൊടിയും മുളക് പൊടിയും നമ്മൾ ചേർത്ത് കൊടുക്കുമ്പോൾ നിങ്ങളുടെ ഒരു എരിവും കൂടെ നോക്കിയിട്ട് മാത്രം ചേർത്ത് കൊടുക്കുക. 1/2 ടീസ്പൂൺ അളവിൽ ചിക്കൻ മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം. ചിക്കൻ മസാലയ്ക്ക് പകരം നമുക്ക് ഗരം മസാലയോ മീറ്റ് മസാലയോ ചേർത്ത് കൊടുക്കാവുന്നതാണ്. 1/2 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. ഒരു തണ്ട് കറിവേപ്പില ഇതുപോലെ ചെറിയതായിട്ട് അരിഞ്ഞതും 1 ടേബിൾ സ്പൂൺ മല്ലിയിലയും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിത് കൈവച്ചിട്ട് തന്നെ ഇതുപോലെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ നല്ല പോലെ തന്നെ ഞാനിതിവിടെ നിന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 1/4 കപ്പ് അളവിൽ അരിപ്പൊടിയാണ്. വറുത്ത അരിപ്പൊടിയാണ് കേട്ടോ ഞാനിവിടെ എടുത്തിരിക്കുന്നത്. സാധാരണ നമ്മൾ പത്തിരി ഇടിയപ്പമൊക്കെ ഉണ്ടാക്കാൻ എടുക്കുന്ന അരിപ്പൊടി തന്നെ. അരിപ്പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് കുറച്ച് കടലമാവും കൂടെ ചേർത്ത് കൊടുക്കാം. കടലമാവ് ഇതൊരു 1/4 കപ്പിലും കൂടുതലുണ്ട്. 1/4 കപ്പ് ഒരു 2 ടേബിൾ സ്പൂണും കൂടെ കൂടുതൽ ഞാൻ കടലമാവ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 3 ടീസ്പൂൺ അളവിൽ തൈരും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ ഒരു 2 നുള്ള് ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്കിത് കൈവച്ചിട്ട് തന്നെ നല്ലപോലെ ഒന്ന് കുഴച്ചിട്ടെടുക്കണം. കുഴച്ചെടുക്കുന്ന സമയത്ത് മാവൊന്ന് ചെറുതായിട്ട് നനഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഇതൊന്ന് തളിച്ച് കൊടുത്തിട്ട് വേണം നമ്മളൊന്ന് കുഴച്ചിട്ടെടുക്കാൻ വേണ്ടിയിട്ട്. വെള്ളം കൂടി പോകരുത്. ഒരു 2 3 ടേബിൾ സ്പൂൺ അതിൽ കൂടുതൽ നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കരുത്. ഞാനിപ്പോൾ ഇതൊരു 2.5 ടേബിൾ സ്പൂണോളം വെള്ളം ഒഴിച്ച് കൊടുത്ത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ലാസ്റ്റായിട്ട് നമുക്കിനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1 ടേബിൾ സ്പൂൺ അളവിൽ ടൊമാറ്റോ സോസാണ്. ടൊമാറ്റോ സോസും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഞാൻ വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുകയാണ്. ഈ ഒരു സമയത്ത് ഇതിൻ്റെ ഉപ്പൊക്കെ കറക്റ്റ് ആണോ എന്നൊന്ന് നോക്കുക കേട്ടോ. കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നല്ല പോലെ തന്നെ ഞാനിത് ഇവിടെ നിന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് കണ്ടില്ല, ഒരുപാട് വെള്ളമയൊന്നും ആയി പോവാതെ കൈ കൊണ്ട് നമുക്ക് ഇതുപോലെ കുറച്ച് മാവ് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കാൻ പറ്റുന്ന ഈ ഒരു പാകത്തിനായിരിക്കണം നമ്മുടെ മാവ് ഇരിക്കേണ്ടത്. അപ്പോൾ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഓയിലേക്ക് ഇട്ട് കൊടുത്തിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുത്താൽ മാത്രം മതി. ഈ ഒരു ചട്ടിയിൽ ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് അത്യാവശ്യം നല്ല ചൂടായിട്ട് കിടക്കുകയാണ്. നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു മാവിൽ നിന്ന് ചെറിയൊരു ഉരുള എടുത്തിട്ട് കൈ കൊണ്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ഉരുട്ടി കൊടുക്കുക. അതിനുശേഷം നമുക്കിത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം.
ഈ ഒരു സ്നാക്സ് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മളൊരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കേണ്ടത്, സാധാരണ നമ്മൾ ഒനിയൻ പക്കോടിയൊക്കെ ചെയ്യുന്ന സമയത്ത് മാവ് ഇതുപോലെ കൈ കൊണ്ട് ഉരുട്ടാതെ കുറച്ച് മാവ് എടുത്തിട്ട് അതുപോലെ തന്നെ നമ്മൾ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാറുണ്ട്. അപ്പോൾ അതുപോലെ നമ്മൾ ഉരുട്ടാതെ ഇതിലേക്ക് ഇട്ട് കൊടുക്കരുത്. കാരണം നമ്മളിതിൽ മുട്ടയും കൂടി ചേർത്തിരിക്കുന്നതുകൊണ്ട് മുട്ട മാത്രമായിട്ട് എണ്ണയിലേക്ക് പോയാൽ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് കുറച്ച് സമയം കഴിയുമ്പോൾ ഇതിങ്ങനെ ചെറിയതായിട്ട് പൊട്ടി വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാനാണ് നമ്മൾ ഇതുപോലെ കൈ കൊണ്ടൊന്ന് ഉരുട്ടിയിട്ട് മാത്രം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. മീഡിയം ഫ്ലെയിമിൽ നിന്ന് തീയൊന്ന് കുറച്ച് വെച്ച് കൊടുക്കുക കേട്ടോ. ആ ഉള്ളൊക്കെ നമുക്ക് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം. ഇതുപോലെ തിരിച്ച് മറിച്ചിട്ട് കൊടുത്ത് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കുക. നല്ലപോലെ ഇതുപോലെ ഒന്ന് മൊരിഞ്ഞ് വരുമ്പോഴത്തേക്ക് നമുക്ക് ഇത് എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റാവുന്നതാണ്. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഞാൻ എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റുകയാണ്. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള മാവും കൂടെ ഇതുപോലെ കൈ കൊണ്ടൊന്ന് ഉരുട്ടിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഈ ഒരു സ്നാക്സ് എല്ലാം തന്നെ ഞാനിവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഒരുപാട് സമയമൊന്നും ആകാതെ തന്നെ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്സ് ആണ്. ഉരുളക്കിഴങ്ങും മുട്ട ആയതുകൊണ്ട് തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ഇതിൻ്റെ കൂടെ കഴിക്കാൻ ടൊമാറ്റോ കെച്ചപ്പും കൂടെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ നല്ലൊരു ടേസ്റ്റ് ആണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു സ്നാക്സിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തന്നെ അറിയിക്കുക. പിന്നെ നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സൊക്കെ ആയിട്ട് നമ്മുടെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടത്തിൽ കാണുന്ന ബെൽ ഐക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ തന്നെ കൊടുക്കുകയാണെങ്കിൽ ഞാൻ പുതിയ റെസിപ്പികളൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇൻഷാല്ലാ വീണ്ടും നമുക്ക് നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം.